ഇടയ്ക്കൊന്ന് വൈറലായിരുന്നു കേട്ടോ. ഞാനിന്ന് ഇന്റർവ്യൂവിന് ഇരിക്കുവാണ്, ചോദ്യങ്ങൾ ചോദിക്കാൻ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഹേസ് ആൻഡ് മീ. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, 4ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. പെട്ടെന്ന് വർഷങ്ങൾ കടന്നുപോയി. ശരിയാ, പെട്ടെന്ന് നടന്നു പോയി. എന്താ ഇച്ചക്ക് അങ്ങനെ വെഡിങ് ആനിവേഴ്സറി അല്ല, വെഡിങ് ഡേ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 2020 ആയിരുന്നു. പക്ഷേ വീഡിയോ ഇടുന്നത് 20-ാം തീയതി അല്ല കേട്ടോ. കൊറോണ സമയത്തായിരുന്നു ഞങ്ങളുടെ കല്യാണം. അപ്പോൾ ആദ്യം ആ സമയത്ത് വെക്കണം, 1-2 തവണ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഡേറ്റ് ഇങ്ങനെ മാറ്റി വെച്ചായിരുന്നു കേട്ടോ. ആദ്യം ഇങ്ങനെ കൊറോണ സമയം ആയതുകൊണ്ട് വെക്കണോ, പിന്നെ എല്ലാവരും പറഞ്ഞു ഈ കൊറോണ ഇനി മാറുമെന്ന് തോന്നുന്നില്ല. ഡേറ്റ് പലതവണ മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു മെയിൻ കാരണം അളിയൻ, അതായത് ഇവളുടെ ചേട്ടൻ പുറത്താണ്, കുവൈറ്റിലായിരുന്നു. അപ്പം കൊറോണ ടൈം ആയതുകൊണ്ട് പുള്ളിക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ വരാൻ പറ്റും എന്ന പ്രതീക്ഷയിൽ ആ സമയത്ത് കുറേ ഫ്ലൈറ്റുകൾ കൊണ്ടുവരുന്ന ആളുകളെ കൊണ്ടുവരും, അങ്ങനെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വരാൻ പറ്റും എന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് തന്നെ. പക്ഷേ ഒരു പോയിന്റ് എത്തിയപ്പോൾ മനസ്സിലായി ഇതിന് തള്ളിക്കൊണ്ടിരിക്കത്തേ ഉള്ളത്, അങ്ങനെ നടത്താൻ തീരുമാനമായി. പക്ഷെ അതിനെയൊക്കെ വിറ്റ് കഥ, അത് വലിയൊരു കഥയാണിത്. ഒരു മാർച്ചിലാട്ടോ ഞങ്ങളുടെ കല്യാണ ആലോചന വരുന്നത്. അപ്പം ഞാനാണെങ്കിൽ കോളേജ് മാക്ഫാസ്റ്റ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ഞങ്ങൾ ആ ഒരു ടൈമിൽ പിള്ളേരെയും കൊണ്ട് മണാലിക്ക് ഒരു ടൂർ പോയി. അപ്പോൾ പോയിട്ട് തിരിച്ച് എനിക്കൊന്ന് ഒരു ഫ്രൈഡേയോ അങ്ങനെ എന്തോ ഞങ്ങൾ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വന്നപ്പം അമ്മയുടെ ബ്രദർ ഇങ്ങനെ പറയുന്നത്, ഇതേപോലെ ഒരു ആലോചന വന്നിട്ടുണ്ട് അടൂരിൽ നിന്ന്. അപ്പോൾ അവർ ഈ സൺഡേ പെണ്ണാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം വരണ്ട, കാരണം ഇപ്പം ടൂർ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ കുറേ പിന്നെ ഹോസ്റ്റലിൽ ഇരിക്കുക, അത് കുറച്ചേ ഉള്ളൂ, പിന്നെ അങ്ങനെ ഓരോന്നും ഉണ്ടാവും, അല്ലെങ്കിൽ വേണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ എന്തായാലും എന്നാൽ വരട്ടെ, എന്നിട്ട് കണ്ടിട്ട് പോകാം അങ്ങനെ വിചാരിച്ചിട്ട് സൺഡേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇവർ എത്തി, പെണ്ണ് കാണാനായിട്ട് വന്നു. പെണ്ണ് കാണാൻ വന്നു. അന്നേരം എനിക്ക് തോന്നുന്നു നമ്മൾ പ്രത്യേകിച്ചൊന്നും സംസാരിച്ചൊന്നുമില്ല, ജസ്റ്റ് സംസാരിച്ചില്ലെന്നല്ല, അതിനകത്ത് കുറച്ച് സീനുണ്ട്. അതിൻ്റെ മുന്നേ പെണ്ണ് കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ ഭാഗം കേട്ട പോലെ എൻ്റെതുണ്ട്. നിപ്പ് ബാംഗ്ലൂർ ഉണ്ടായിരുന്ന എന്നോട് പറഞ്ഞു. ഞാൻ ആ സമയത്ത് എന്നെ നേരിട്ട് അറിയാവുന്നവർക്കൊക്കെ അറിയാം, ഞാൻ ആ സമയത്ത് കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായത്. അപ്പം വീട്ടുകാർ ഭയങ്കര നിർബന്ധം, ഇതുപോലെ ഒരു പെണ്ണ് കാണുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ, നമുക്ക് പരിചയമുള്ള ഒരാൾ വഴി വന്നതാണ്, അപ്പോൾ പോയി എന്തായാലും ഒന്ന് കാണാം എന്ന് പറഞ്ഞ് നിർബന്ധം പറഞ്ഞിട്ട് വന്ന ഉടനെ വന്നു, കണ്ടു. അതായത് ശനിയാഴ്ച വന്നു, ഞായറാഴ്ച കണ്ടു, തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച തിരിച്ചു പോകായിരുന്നു ആളാണ്. ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രം കാണാൻ അങ്ങനെ കാണാൻ വന്നതായിരുന്നു. വന്നു, ഞായറാഴ്ചയായി, ചെന്നു, പെണ്ണ് കാണാൻ ചെന്ന് കയറി, ചെന്ന് ഇരിക്കുക, എല്ലാവരും ഇരിക്കുക. പെണ്ണ് കാണാൻ ചെന്ന് കഴിഞ്ഞപ്പം നമ്മുടെ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു സംഭവം നമുക്കറിയത്തുള്ളൂ പെണ്ണ് കാണലിനെ കുറിച്ച്. ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്തോ, വരുന്നു, എല്ലാവരും വിളിച്ചിരുന്നു, പെണ്ണ് വരുന്നു. ഞങ്ങൾ രണ്ട് അകലത്ത് നിൽക്കണമെന്നാണോ നീ പറയുന്നത്? ഈ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ കാണത്തില്ലേ പെൺപിള്ളേർ അപ്പയും അമ്മയും കൂടെ ഞങ്ങൾ ഇങ്ങനെ നിന്നാലേ വീഡിയോയിൽ ഞങ്ങളെ കാണത്തുള്ളൂ. ഞങ്ങളെ രണ്ടുപേരും അടുത്ത് നിന്നാലേ ക്യാമറയ്ക്കകത്ത് കാണാൻ വീഡിയോ എടുത്തിട്ട് മാറി നിൽക്കാം. ചായയൊക്കെ ആയിട്ട് പെണ്ണ് വരുന്നു, റെഡിയായി നിൽക്കുന്നു, നല്ല സുന്ദര കുട്ടപ്പരസായിട്ട്. അങ്ങനെയൊക്കെ ഒരു സംഭവമാണല്ലോ നമ്മുടെ മനസ്സിൽ. ഇതാണല്ലോ പെണ്ണ് കാണാന്നൊക്കെ പറയുന്നത്. ഇതൊന്നും അല്ല നടന്നത്. അടുക്കളയിൽ നിന്നും ഒരു കുതിരച്ചാട്ടം പോലെ ഒരു സാധനം ഓടി വന്ന് കയറി നിന്നു. ഇത് ഞാൻ എന്റെ സൈഡിൽ നിന്ന് പറയുമ്പോൾ എന്റെ സൈഡിൽ എന്താ സംഭവിച്ചതെന്ന് പറയും. അല്ലേ, നീ ഉണ്ടായിരുന്നോ അവിടെ? ദൈവം തെറ്റിദ്ധരിക്കരുത്. ഇനി ഞാൻ എങ്ങനെ ആ ചാട്ടം വന്നതറിയാം. എന്റെ ഫസ്റ്റ് പെണ്ണ് കാണലൊന്നും അല്ല കേട്ടോ, കുറച്ചായിരുന്നു. അയ്യോ, ഒരു കാര്യം കൂടെ പറയാം. ഒരു നല്ല ഉടുപ്പ്, അതിമനോഹരമായ ഒരു ഉടുപ്പിട്ടുകൊണ്ടാണ് അവള് ചാടിക്കറി വന്നത്. അപ്പോഴാണെങ്കിൽ എനിക്ക് ഇത് ഇച്ചയുടെ ഫോട്ടോ അയച്ചു തന്നപ്പോൾ എനിക്ക് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒന്നും ഇഷ്ടമായൊന്നുമില്ല, ഇഷ്ടപ്പെട്ടില്ല ആ ഫോട്ടോ കണ്ടപ്പോൾ. അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു പന്നം പിടിച്ചൊരു ചുടിദാർ, ഒന്നാമത്തേത് ചുടിദാറെല്ലാം ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഒരു പന്ന ചുടിദാർ ഇട്ടുകൊണ്ടാണ് ഞാൻ നിന്നത്. ഇച്ച വന്നു കഴിഞ്ഞപ്പം ഇച്ച വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയപ്പോൾ ദൈവമേ ചെറുക്കൻ കൊള്ളാലോ, ഞാൻ എന്തിനാണോ ഈ അളിഞ്ഞ വേഷത്തിൽ നിന്നേ എന്ന്. അപ്പം ഞാൻ ഓൾറെഡി അടുക്കളയിൽ നിന്ന് പോയതുകൊണ്ട് എനിക്ക് വേറെ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാനുള്ള ഓപ്ഷനും ഇല്ല. ഞാൻ അടുക്കളയിൽ നിൽക്കുക, അടുക്കളയിൽ നിന്ന് ഇനി അങ്ങോട്ട് ചായം കൊണ്ട് പോകാൻ വേണ്ടി എനിക്ക് ഭയങ്കര നാണം. അപ്പം ഞാൻ എങ്ങനെ പോകും എന്നിങ്ങനെ ചായം കൊണ്ടൊക്കെ ഇങ്ങനെ നിന്നപ്പോഴാണ് എൻ്റെ കസിൻ, എൻ്റെ അനിയൻ ആബേൽ, അവനാണെങ്കിൽ എന്നെ പിടിച്ചൊരൊറ്റ ഉന്തൊന്തി. അല്ല, ചായ ഇല്ല കേട്ടോ, കയ്യിൽ ചായ ഇല്ല, അല്ലാതെ വരുമായിരുന്നു. ആബേലാണെങ്കിൽ എന്നെ പിടിച്ചൊരൊറ്റ ഉന്ത്. ഞാൻ ആ അടുക്കളയിൽ നിന്ന് ഒരൊറ്റ ചാട്ടത്തില്ല, ഇങ്ങനെ ചാട്ടത്തിൽ നേരെ പോയി അവിടെ മുന്നിൽ ഇങ്ങനെ നിന്ന്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആദ്യം. അപ്പോഴേ അപ്പയമ്മ വിചാരിച്ചാണ് കൊച്ചൊരു ചാട്ടക്കാരി കൊച്ചു. അതെ, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഉടുപ്പ്. ഒരു പച്ചയും നീലയും ചോപ്പും കൂടെ നീലയും ചോപ്പും ചുരിദാറായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം ഞങ്ങൾ രണ്ടുപേരുടെയും ഇവളെ സംബന്ധിച്ചുള്ള ഇവളും
ഒരു കേട്ടസി എന്ന രീതിയിൽ കൊണ്ടുവന്നത് എന്ന രീതിയിൽ കേട്ടസി എന്ന രീതിയിൽ ഇവള് വരുന്നു. എന്നെ സംബന്ധിച്ചോളം വീട്ടുകാർ പറഞ്ഞ സ്ഥിതിക്ക് എന്ന രീതിയിൽ കാണാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ് ചെറിയ നമ്മുടെ സ്ഥിരം ഡയലോഗ് ഉണ്ടല്ലോ, ചെറുക്കനും പെണ്ണോട്ടേക്ക് സംസാരിക്കട്ടെ. അതെ, ചെല്ലുന്നു, പേര് ചോദിക്കുന്നു, എന്ത് ചെയ്യുന്നു, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്താ ചോദിക്കേണ്ടതെന്ന് പോലും അറിയാം. പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല. പേരും നാളും ട്രിപ്പ് പോയതും ഒക്കെ ചോദിച്ചു. അപ്പൊ തന്നെ നമ്മള് തിരിച്ച് ഓക്കെ മതി എന്ന് പറഞ്ഞ് അകത്ത് കയറിപ്പോയി. അത് കഴിഞ്ഞ് ഇവരങ്ങ് പോയി, ഞങ്ങളങ്ങ് പോന്നു. അത് കഴിഞ്ഞിട്ട് അറിയിക്കാം സ്ഥിരം സംഭവങ്ങളൊക്കെ തന്നെ വിളിച്ചറിയിക്കാം എന്ന് പറഞ്ഞ് ട്വിസ്റ്റ് എവിടെ അല്ല. അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ആയപ്പം അതുപോലെ അമ്മയുടെ ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു അവര് പെണ്ണ് കാണാൻ പോയ ടീം ടോണി ചെറുക്കന് ഒന്നും കൂടെ അവളോട് സംസാരിക്കണം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തുവാ ഒന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ ചെറുക്കൻ എന്താ പിന്നെ ഒന്ന് സംസാരിക്കാനായിട്ട് എന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞൊന്ന് വിചാരിച്ചു. ഒന്നുകൂടെ സംസാരിക്കണം, അവരോട് ഒന്നുകൂടെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പയും അമ്മയുടെ ആശയക്കുഴപ്പത്തിലെ പോലെ വരി ചോദിച്ചു, എടാ ഒരു മനുഷ്യനും കേട്ടുകൾ വീണ്ടും പെണ്ണ് കണ്ടിട്ട് പെണ്ണിനെ വീണ്ടും ഒന്നുകൂടെ കാണണമെന്ന് ആരാടാ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു അത് ഒരു തീരുമാനവും പറയാതെ പെണ്ണ് കാണാൻ വന്നിട്ട് പിന്നെ ഒന്നുകൂടെ പെണ്ണ് കാണണം. പക്ഷെ കടുംപിടുത്തത്തിലായിരുന്നു. ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നുകൂടെ കാണണം. പക്ഷെ രസകരമായ സംഭവം ഞാൻ ആക്ച്വലി തുടക്കത്തിൽ പറഞ്ഞു വന്ന് കേട്ടസി എന്ന രീതി വന്ന് കണ്ടു പോകാനായിരുന്നു. പക്ഷെ എന്തോ ഒന്നുകൂടെ സംസാരിക്കണം, ഒന്നുകൂടെ സംസാരിച്ച് നോക്കണം എന്നെന്തോ തോന്നി. അതിനുശേഷമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഫോൺ കോൾ വന്നു. എന്നിട്ട് ഇതുപോലെ പറയുന്നത് എനിക്ക് ഒന്നുകൂടെ ഒന്ന് സംസാരിക്കണം, എവിടെ വെച്ചാൽ കാണാൻ പറ്റുന്നത്. പിന്നെ അവർക്കപ്പം അടൂരിൽ നിന്ന് റാന്നി വരെ വരണമെങ്കിൽ പിന്നെ കുറേ ദൂരം. അപ്പോൾ രണ്ടുപേർക്കും കൂടെ അടുത്തായിട്ടുള്ളത് അമ്മയുടെ വീട് പത്തനംതിട്ടയാണ്. അന്നേരം അവിടെ പത്തനംതിട്ടയിൽ വരാമെന്ന് വിചാരിച്ചു. അതായത് നമ്മുടെ ഈ കല്യാണമൊക്കെ ആലോചിച്ചത് അമ്മയുടെ ബ്രദറിൻ്റെ വഴിയാണ്. അപ്പോൾ ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് രാവിലെ തീരുമാനിച്ചു. അന്നേരം ഓക്കെ എന്നാൽ രാവിലെ തീരുമാനിച്ചു. എപ്പോഴും നമ്മൾ കഴിച്ചു ഉച്ചയ്ക്ക്. ഇവിടുന്ന് അപ്പയും ഇച്ചയും മാത്രം, അവിടുന്ന് ഞാനും അപ്പയും ഇവിടുന്ന് ഇച്ചയും അപ്പയും മാത്രം പെട്ടെന്ന് എന്നാ വരാമെന്ന് വിചാരിച്ചിട്ട് ബേപ്പാപ്പയുടെ അങ്ങോട്ട് വന്നു. വേറെ ആരുടെ പറയാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, വേറെ ആരുടെ പറഞ്ഞുമില്ല. ഞങ്ങൾ പെട്ടെന്ന് അവിടെ വന്നു. എന്നാൽ സംസാരിച്ചേക്കാന്ന് വിചാരിച്ച് വീണ്ടും രണ്ടാം, അതായത് പെണ്ണ് കാണൽ ചടങ്ങ് 2 പെണ്ണ് കാണൽ നമ്പർ 2 അവിടെ ചെന്നു. ബേപ്പാപ്പിയുടെ അവിടെ ടെറസിലാട്ടോ ഞങ്ങളെ രണ്ടിനെ വിട്ട് ഞങ്ങൾ 2 കസാരയൊക്കെ എടുത്തുകൊണ്ട് പോയി ടെറസിൽ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി കേട്ടോ. അന്നേരമാണ് ആക്ച്വലി ഞങ്ങൾ ശരിക്കും സംസാരിച്ചത്. ആദ്യത്തെ പെണ്ണ് കാണലിൽ അങ്ങനെയൊന്നും സംസാരിച്ചില്ല. ഇന്നലെ ആ ഒരു ടൈമിൽ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് പറയാനുള്ളതും എന്താണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അന്നേരം പറഞ്ഞു കേട്ടോ. പിന്നെ അന്നേരമാണ് എൻ്റെ അമ്മയുടെ വേറൊരാങ്ങള, എല്ലാവരും അടുത്തടുത്താണ് താമസിക്കുന്നത്, അതുവഴി വന്ന് ബേപ്പാപ്പിയുടെ അടുത്ത് കയറിയപ്പോഴാണ് ഞങ്ങളെ വീണ്ടും. അപ്പൊ ചോദിച്ചു ഇവളാരുടെ ഈ ടെറസിൽ ഇരിക്കുന്നത്? അപ്പൊ അയാൾ ഇന്നലെ വന്ന ചെറുക്കനാണ്, ഒന്നുകൂടെ പെണ്ണ് കാണാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. കാര്യമായി സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. മതി നിങ്ങൾ സംസാരമൊക്കെ മതി, എണീറ്റ് അത് കേറി വന്നിട്ട് ഒന്നും അല്ലാത്തല്ലോ കഴിഞ്ഞില്ലയോ ഞാനപ്പോ എനിക്ക് അന്ന് ഇവരെ പരിചയമൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ അപ്പൊ ഇവരെയൊന്നും എനിക്ക് പരിചയമില്ലല്ലോ. അപ്പൊ എന്റെ മനസ്സിൽ വിചാരിക്കുന്നു ഷേടാ കാര്യമായി കാര്യം സംസാരിച്ചിരിക്കുന്നത് ആരടാ പോയി വന്ന്. പിന്നീടല്ലേ നമ്മുടെ ആ ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ അത് ഇന്നും അത് കാരണം അതൊക്കെ ഭയങ്കര ഓർക്കുന്ന സംഭവങ്ങളാണ് അന്നത്തേക്ക്. അങ്ങനെ വീണ്ടും അന്ന് സംസാരിച്ചു. ഓക്കെ എന്ന് പറഞ്ഞൊന്നുമില്ല. അന്ന് സംസാരിച്ചിട്ട് പിന്നെ ഇവരങ്ങ് പോയി, ഞങ്ങൾ റാന്നിക്കും വന്നു. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോഴും ഞാൻ പറഞ്ഞു ഇത് വേണ്ട നമുക്ക് എന്ന് പറഞ്ഞു. കാരണം എന്റെ മനസ്സിൽ അപ്പോഴും ആക്ച്വലി ഞാൻ കല്യാണം കഴിക്കാൻ പ്രിപ്പയർഡ് അല്ലാത്ത ആളെന്തിനാ രണ്ടാമത് വീണ്ടും സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞത് ഇത് ഈ കഥ പറയുമ്പോൾ ആർക്കും മനസ്സിലാവത്തില്ല. പക്ഷെ എന്തോ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി. പക്ഷെ അത് ഭയങ്കര ഉപയോഗപ്പെട്ടു. എങ്കിലും അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇതുപോലെ ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു ഇതുപോലെ എന്തെങ്കിലും പറയണ്ടേ അവരോട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി സമയം വേണം, എനിക്ക് ആളെ ശരിക്കും മനസ്സിലാക്കണം. അപ്പയമ്മ എന്നെ വഴക്കേടാ ഒരു വീട്ടിലാരോട് ആളെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. അവരോട് യെസ്സോ നോ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ എന്നൊക്കെ. അപ്പോഴും എൻ്റെ പ്രോബ്ലം എന്താ ഞാൻ പറഞ്ഞു എനിക്ക് ആളെ മനസ്സിലാക്കണം. എൻ്റെ കൂട്ടത്തിൽ ഞാൻ കല്യാണം ഈ പറഞ്ഞ പോലെ കഴിക്കാൻ താല്പര്യമില്ലാതെ ഇരുന്നൊരു കാലഘട്ടമായിരുന്നു ആ സമയം. അപ്പം എൻ്റെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിചയമില്ലാത്ത ഒരാൾ ഒരു രീതിയിൽ എനിക്കറിയത്തില്ല, അങ്ങനെ ഒരാളെ ഞാൻ ലൈഫിലേക്ക് എങ്ങനെ കൊണ്ടു. ഞാൻ അപ്പം പറഞ്ഞു അപ്പോഴോട് ഇത് പറഞ്ഞുകൊണ്ടിരുന്നോളൂ. അപ്പം പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നമുക്ക് അവരോട് ഇങ്ങനെ പറയാം, കാര്യങ്ങൾ കുഴപ്പമില്ല, ഓക്കെ ആണ്. അപ്പം പക്ഷേ പിള്ളേർ തന്നെ കുറച്ചുകൂടെ ഒന്ന് അടുക്കട്ടെ, വെച്ചിട്ട് സംസാരിക്കട്ടെ എന്ന രീതിയിൽ പറഞ്ഞു. നമ്പർ ഷെയർ ചെയ്തിട്ട് പിന്നെ നമ്മൾ വാട്സപ്പിൽ സംസാരം തുടങ്ങി. ആക്ച്വലി സംസാരത്തിൽ എന്നിട്ട് ഓക്കെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം, ഞാനെന്താ ഇന്റർവ്യൂവിന് ഇരിക്കുവാണോ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി? അല്ല ഞാൻ പറഞ്ഞു ചോദ്യങ്ങൾ ചോദിക്കാൻ ഇതൊരു ഇന്റർവ്യൂ അല്ലല്ലോ, സംസാരിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടിട്ടാ.
ഓക്കെ. അപ്പൊ ഞങ്ങളുടെ ക്യാമറമാൻ ഇടയ്ക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട് ഞങ്ങളെ രണ്ടുപേരും കിട്ടുന്നുണ്ടെന്നൊക്കെ. അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോഴേ ഞാൻ പറഞ്ഞു അയ്യോ ഈ ചെറുക്കൻ എന്താണ് ഇങ്ങനെ സാധാരണ എല്ലാം സംസാരിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഇത് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കും, ഞാൻ ഉത്തരം പറയാം. ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ഇല്ലല്ലോ എന്താ എങ്ങനെ ഒരു പിടുത്തമില്ല. ഞാൻ വിചാരിച്ചു ഏറ്റവും എളുപ്പമുള്ള വഴി എന്റെ പണി തന്നത് എന്റെ ഇഷ്ടങ്ങളെ കുറിച്ച് അറിയാമെങ്കിൽ എന്നോട് ചോദിക്കണം. അപ്പൊ ഞാൻ ഇഷ്ടങ്ങളെ കുറിച്ച് പറയും. അപ്പം അവളുടെ ഇഷ്ടങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ ചോദിക്കും, അപ്പോൾ അവൾ ഉത്തരം പറയുമല്ലോ. ഇതാണ് വിചാരിച്ചത്. അത് ഒരു വലിയ മണ്ടത്തിൽ വരുന്നത് പിന്നെ മനസ്സിലാക്കി. പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു, അടുത്ത ദിവസം പെണ്ണ് കണ്ടു, അതിന്റെ അടുത്ത ദിവസം അതിന് അപ്പുറത്തെ ദിവസം തിങ്കളല്ലേ ചൊവ്വ കഴിയുമ്പോഴത്തേ തിരിച്ചു പോവുക എന്നതാണല്ലോ പ്ലാൻ. പക്ഷെ അപ്പത്തേക്ക് തുടരുത്, അപ്പത്തേക്ക് ലോക്ക്ഡൌൺ വന്നു. കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴും ഈ പ്രശ്നം ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്നത് കല്യാണം കഴിഞ്ഞ് എല്ലാം മാറുമല്ലോ, അപ്പത്തേക്ക് നമുക്ക് ബാംഗ്ലൂർ ഷിഫ്റ്റ് ആകാം എന്നതൊക്കെയായിരുന്നു. പക്ഷെ ഇന്നേ വരെ ബാംഗ്ലൂരോട്ട് പിന്നെ ഞാൻ ബാംഗ്ലൂർ കേട്ടിട്ടില്ല. പിന്നെ ഇന്നേ വരെ ബാംഗ്ലൂർ പോയിട്ടില്ല. ഇച്ച പോയിട്ടുണ്ട് ഇടയ്ക്ക്. ഇച്ച ഇടയ്ക്ക് ടീമേറ്റ്സിനും ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പോകാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് ബാംഗ്ലൂർ പിന്നെ പോയിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു സ്റ്റോറി. പിന്നെ അതിന്റെ ഇടയ്ക്ക് കല്യാണത്തിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇടയ്ക്കൊന്ന് വൈറലായിരുന്നു കേട്ടോ. വൈറലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സേവ് ദ ഡേറ്റ് എടുക്കാൻ വേണ്ടിട്ട് പോയി. അപ്പൊ ഞങ്ങൾ കുമരകത്ത് താജിലായിരുന്നേ. കുമരകം അല്ലല്ലോ, എവിടെയായിരുന്നു? കുമരകം താജിലായിരുന്നു. അത് ഞങ്ങളുടെ ശരിക്കും പറഞ്ഞ എല്ലാ കാര്യങ്ങളും 2 തവണയാണ്. പെണ്ണ് കാണല് 2 തവണ. ഈ ഫോട്ടോഷൂട്ട് ഞങ്ങൾ ആദ്യത്തെ ദിവസം പ്ലാൻ ചെയ്തു. പോയില്ലേ നമ്മള്? ഞങ്ങൾ താജ് വരെ എത്തി. മോനെ സൗണ്ട് ഉണ്ടാക്കല്ലേ. ഞങ്ങൾ താജ് വരെ എത്തി. ഭയങ്കര മഴ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഫോട്ടോഷൂട്ട് നടത്താൻ പറ്റിയില്ല. അന്നേരം തിരിച്ചു പോകുന്നു. പിന്നെ 2ാം തവണ പോയപ്പോഴാണ് ഞങ്ങൾ ഫോട്ടോഷൂട്ട് നടത്തിയ സംഭവം എങ്ങനെയാണെന്നറിയോ, ഓരോ ദിവസവും ഞാൻ രാവിലെ വെതർ റിപ്പോർട്ട് കൊണ്ട് താജ് വിളിച്ചു ചോദിക്കും, ചേട്ടാ ഇന്ന് മഴയുണ്ടോ? അപ്പൊ അവരുടെ അവസ്ഥ ചോദിക്കും, രാവിലെ ഫോട്ടോ രാവിലെ എടുത്ത്, ചേട്ടാ ഇന്ന് മഴയാ ചേട്ടാ, അടുത്ത ദിവസം മഴയില്ല ചേട്ടാ. അവസ്ഥ നമുക്ക് ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടി വന്നത് ട്യൂസ്ഡേ ലൈറ്റ്സ് ആയിരുന്നു കേട്ടോ. അപ്പം കൊറോണ സമയമായിരുന്നു. അപ്പം ഏകദേശം ഈ ഒരു വെഡിങ്ങിനൊക്കെ ഇങ്ങനെ ഷട്ട് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ വലിയ കല്യാണങ്ങളോ ഫോട്ടോഷൂട്ടോ ഒന്നുമില്ല. ആ സമയത്താണ് നമ്മൾ ശരിക്കും അന്നേരം നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊറോണ മാറത്തില്ല, ഇനി എപ്പോഴും ഉണ്ട് എന്നുള്ള ആ ഒരു ഇതിലുകൊണ്ട് നമ്മൾ ആ കൊറോണ സമയത്ത് നടത്താൻ. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എടുത്ത തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ തീം എടുത്തു. ട്രഡീഷണല്, പിന്നെ ചട്ടയും മുണ്ടു എന്ന് പറയുന്ന ഒരു തീം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ആ സമയത്ത് ചട്ടയും മുണ്ടും ഒക്കെ തയ്ച്ചു. പക്ഷെ അത് കയറി അങ്ങ് വൈറൽ കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പൊ ആലോചിക്കട്ടെ, ഈ സമയത്തായിരുന്നു നമ്മൾ വൈറലായിരുന്നെങ്കിൽ നമുക്കിപ്പോ 1-2 ഇന്റർവ്യൂസും കാര്യങ്ങളും നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ നമ്മളിപ്പോ വലിയ ആളായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ആ സമയത്ത് ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ഇതും ഇല്ലായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ കുറെ പേരുടെ പേജിലും അതുപോലെ ഈ ഓൺലൈൻ മീഡിയ സാധനങ്ങളുണ്ട്, അതിനകത്തൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. ഞങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വെച്ച് ട്യൂസ്ഡേ ലൈറ്റ്സിനെ ഹൈലൈറ്റ് ചെയ്ത് അപ്പൊ കുറെ ഇതിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ സമയത്തായിരുന്നെങ്കിൽ ഈ വെറൈറ്റി മീഡിയ, ജംബോ സ്പേസ്, അങ്ങനെ ബിഹൈൻഡ് വുഡ്സിലൊക്കെ നമ്മളും ചിലപ്പോൾ ഇതുപോലെ ഇന്റർവ്യൂ ഇരുന്നേനെ. പക്ഷെ നമ്മുടെ ഓൺലൈൻ പേജിൽ അത് ഈ വെറൈറ്റി മീഡിയയുടെ ഒക്കെ ഓൺലൈൻ പേജിൽ ഞങ്ങളുടെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, കാരണം ഇപ്പൊ ഏതെങ്കിലും ഒരു വീഡിയോ വൈറൽ ആയാൽ തന്നെ എല്ലാവരും ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. പക്ഷെ ഞങ്ങളുടെ ഒരു ഭാഗ്യക്കേടെന്ന് പറയാൻ കൊറോണ സമയം ആയതുകൊണ്ട് വലിയ ആരും അറിയപ്പെടാതെ വൈറലായതാണ്. ഓഗസ്റ്റിലായപ്പോഴത്തേക്ക് കല്യാണം. ചേട്ടന് വരാൻ പറ്റിയില്ല. അതിപ്പോഴും എന്തൊരു വിഷമാണ്, എന്റെ കല്യാണത്തിന് അവര് വരാൻ പറ്റിയില്ല എന്നുള്ള. കല്യാണമൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഹേസുക്കുട്ടനെ കിട്ടി. ഹേസുക്കുട്ടനെ ഇപ്പം 3 വയസ്സാകുന്നു. ശരിയാ, 3 വയസ്സായി. ഇതാണ് ഞങ്ങളുടെ വെഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോറി. അങ്ങനെ ഇപ്പം 4 വർഷമായി. ശരിക്കും എനിക്ക് പറഞ്ഞ 4 വർഷം പെട്ടെന്ന് കഴിഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ 4 വർഷമായി. ഇന്നിപ്പം വൈകുന്നേരം അപ്പയും അമ്മയും ഒക്കെ റാന്നിന്ന് വരും. അവിടെ മറ്റേ എത്തി അത് കളിക്കട്ടോ. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ അവിടെ കളിച്ചോ, കളിക്ക. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒന്നാക്കുന്നേരോടിയെത്തി 1000 വെഡിങ് ഓർക്കുമ്പോ ഉള്ള പെട്ടെന്നുള്ള മറക്കാൻ പറ്റാത്ത. അപ്പൊ ഇന്ന് വൈകുന്നേരം ഇപ്പം 4th ആനിവേഴ്സറിയുടെ നമ്മൾ കേക്ക് ഒക്കെ കട്ട് ചെയ്തു. ആരുമില്ല കേട്ടോ, വെഡിങ് ആനിവേഴ്സറി ഒന്നും അധികം ഇതായിട്ട് നടത്തുന്നില്ല. നമ്മൾ റാന്നിന്ന് എൻ്റെ അപ്പയമ്മയും വരും, ഇവിടുന്ന് അപ്പയമ്മയും, പിന്നെ ചേച്ചി ഒക്കെ, പിന്നെ നമ്മുടെ കസിൻ ഡേയ്സ് ആൻറ്റി, ഇത്ര പേരേ ഉള്ളൂ. പിന്നെ ഇനി വെഡിങ് ആനിവേഴ്സറിയുടെ വൈകിട്ട് പരിപാടി. പിന്നെ ഈ തവണ എല്ലാവരും വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ക്യാഷ് അയച്ചു തരുമായിരുന്നു. കാരണം ഞങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഇനി അതിനൊരു ഷോപ്പിംഗ് ഉണ്ട്, നമ്മുടെ ഒരു ഷോപ്പിംഗ് വീഡിയോ അടുത്ത് വരുന്നുണ്ട്. ഓക്കെ,
ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ അന്നത്തെ സേവ് ദ ഡേറ്റിൻ്റെ കോസ്റ്റ്യൂംസ്. ഇതുപോലെ വെഡ്ഡിങ് ട്രെൻഡ്സ് അങ്ങനെ ഒരുപാട് വെഡ്ഡിങ് പേജിൽ വെറൈറ്റി മീഡിയയിൽ ന്യൂസും ആയിട്ടൊക്കെ വന്നു. പിന്നെ ഈ സേവ് ദ ഡേറ്റ് മാത്രമായിരുന്നില്ല കേട്ടോ, എൻ്റെ ബ്രൈഡ് ടു ബിയും വൈറലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ഒരെണ്ണം ഞങ്ങളിങ്ങനെ തലകൾ അടുക്കി വെച്ചേക്കുന്ന പോലെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കസിൻസൊക്കെ. അതിൻ്റെ വീഡിയോ എടുത്തത് ബിമാക്സ് വെഡ്ഡിങ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോട്ടോയും അന്നേരം വൈറലായിരുന്നു. ഹാപ്പി ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ആരുടെ വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ ആണെങ്കിലും കുടിക്കാൻ കണ്ട ആളുടെ വെഡിങ്. കത്തിടാ കത്തി. ടേക്ക് ടു ആക്ഷൻ. അനുവാദത്തോടു കൂടി എടാ ഊതിട്ടാടാ. എടാ ഊതന്ന്. കൺഗ്രാറ്റുലേഷൻസ് ടു യു. എനിക്ക് ഉത്തരവാദിത്തമില്ല. നല്ല ഒത്തൊരുമയുള്ള കുടുംബം. ഓക്കെ, ഹാപ്പിയാണ്. റിവ്യൂ പറയുന്നുണ്ട് 4 വർഷത്തിന്റെ. എല്ലാരും കഴിക്കണം. എന്ത് കഴിക്കണം? എടാ കല്യാണത്തിന്റെ കാര്യമാണ് ചോദിച്ചത്, 4 വർഷത്തിന്റെ. കേക്കൊക്കെ മുറിച്ചു. ജസ്റ്റ് ബേക്കിലെ ഡെത്ത് ബൈ ചോക്ലേറ്റ് ആയിരുന്നു, നല്ല സൂപ്പർ കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിഞ്ഞു. സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ശരി, ബൈ.